വിവാദങ്ങൾക്കും പ്രതിപക്ഷ ബഹിഷ്കരണത്തിനുമിടെ ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പയിൽ സമാപനം. ശബരിമലയുടെ മതാതീത ആത്മീയത ലോകത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. SNDPയും NSSും അടക്കമുള്ള സമുദായ സംഘടനകളുടെ സാന്നിധ്യം അയ്യപ്പ സംഗമത്തിൽ ശ്രദ്ധേയമായി. ചർച്ചകളിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ പരിശോധിക്കാൻ 18-അംഗ കമ്മിറ്റിയെ നിയോഗിച്ചു. വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമിടയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ സംഗമമായി മാറി. മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും സാമുദായിക നേതാക്കളെയും കൂടാതെ സാമൂഹ്യ, സിനിമാ, സാഹിത്യ മേഖലകളിലെ നിരവധി പ്രമുഖർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനെത്തി. 1-ാം നമ്പർ കാറിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത് ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്തവർക്കുള്ള മറുപടിയായി. എല്ലാവരെയും ചേർത്ത് പിടിച്ചുമാണ് ശബരിമലയുടെ വികസനം ഉറപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമം നടത്തുന്നത്. 1-ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ ആ പരിക്ക് ഭേദമാക്കുക എന്നുള്ളതായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാരും CPIM-ഉം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഉദ്ദേശിച്ചത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അതിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് സർക്കാരും CPIM-ഉം ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിശ്വസിക്കുന്നത്. ടീം റിപ്പോർട്ടറിനൊപ്പം റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, പമ്പ.